മുഅ്മിനീങ്ങളെ, അറഫയുടെ ദിവസമാ കടന്നു വരുന്നത്. യൗമുത് തർവിയയാണ്, ദുൽഹിജ്ജ 8-ന്റെ അന്ന്. നോമ്പ് പിടിച്ചോ, ദുആ ചെയ്തോ, വലിയ ഫലമുള്ളതാ. കുടുംബത്തെ കൂട്ടിയിരുത്തിയിട്ട് ദുആയിലായി, ദിക്റിലായി, പ്രാർത്ഥനകളിലായി, സ്വതഖകളിലായി, നോമ്പിലായി സമയങ്ങളെ ചെലവഴിച്ചോ, വലിയ മഹത്വമാണ്. കാട്ടിലെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മഹാന്മാരുണ്ടായിരുന്നത്രേ. അവർ അറഫയുടെ പകലിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തപ്പോ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ആ മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല. എന്തേ സംഭവം? അവരൊന്ന് വെയിറ്റ് ചെയ്തു, ഖുറൂബാകുന്നത് വരെ നോക്കാം. മഗ്രിബാകാൻ അവർ കാത്തു നിൽക്കുകയാണ്. മഗ്രിബായി, വാങ്ക് മുഴങ്ങുന്ന സമയമെത്തി. അതിനുശേഷം മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. യൗമുൽ അറഫയുടെ പകലിനെ മൃഗങ്ങൾ പോലും ആദരിക്കുന്നുണ്ടെന്ന് മഹാന്മാർ. പിന്നല്ലേ നമ്മള് അള്ളാഹു ബുദ്ധിയും വിവേകവും തന്ന നമ്മളെങ്ങനെ മാറി നിൽക്കല്? ഉപയോഗപ്പെടുത്തണേ. അറഫയുടെ ദിവസം മാറി നിൽക്കല്ലേ. അള്ളാഹുവിലേക്ക് മുറിഞ്ഞു വീണോ? വലിയ മഹത്വമുള്ള ദിവസമാ കടന്നു വരുന്നത്. യൗമുൽ അറഫയുടെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ അസ്ർ നിസ്കാരം വരെ നിസ്കാരങ്ങൾക്കു ശേഷമെല്ലാം തക്ബീർ വലിയ സുന്നത്താണ്, വലിയ ഫളലുള്ളതാണ്. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും പുണ്യമാണ്. എത്രത്തോളം മയ്യിത്ത് നിസ്കാരത്തിന് ശേഷം വരെ തക്ബീർ വലിയ പുണ്യമുണ്ടെന്ന് മഹാന്മാർ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു.